ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അരി ഇവിടെ കുതിർന്ന് കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരു കൈപ്പിടി ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാള, പിന്നെ ഒരു വെളുത്തുള്ളിയുടെ പോണ മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു വലിയ സൈസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബീൻസും വലിയ ഉള്ളിയും അതുപോലെ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരി അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കണം. അതിനൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് പകുതി നാരങ്ങ കുരുവില്ലാതെ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിന്ന് വെക്കുന്നത് പോലെ അരി വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അരി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു 85% അരി കുക്ക് ചെയ്തിട്ട് നമ്മൾ കോരിയിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അരി 85% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് നമുക്ക് സ്ട്രെയിനിലോട്ട് ഇട്ടിട്ട് നമുക്ക് വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസിലോട്ടുള്ള അരി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ 2 പാത്രത്തിലായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് ഒട്ടി പിടിക്കാതിരിക്കാനും പിന്നെ നന്നായിട്ട് ചൂടാറി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓയിൽ നേരത്തെ സോയാബീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഓയിലാണ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫ്രൈഡ് റൈസിലോട്ട് സൈഡായിട്ട് ഞാൻ സോയ ചില്ലിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ പോയിട്ട് കാണുക. അപ്പോൾ അതിൽ ബാക്കി വന്ന ഓയിലാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എഗ് ഫ്രൈഡ് റൈസിലോട്ട് വേണ്ട കോഴിമുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് അല്പം ഉപ്പും പിന്നെ അല്പം കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ആ പാനിലോട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ വഴറ്റി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ഒന്നും കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ കുക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾസിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്ന ടൈമിൽ അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം സോയ സോസിൽ ഉപ്പ് ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് ഉപ്പ് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുത്ത പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ എടുത്ത പാത്രം ഇട്ട് കൊടുക്കുമ്പോൾ തികയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ വലിയ പാത്രത്തിൽ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുക്ക് ചെയ്തിട്ടുള്ള ബസ്മതി റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ എഗ്ഗ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ചിക്കനും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ കഴിക്കാം. അതുപോലെ തന്നെ എഗ്ഗ് ഇട്ട് കൊടുക്കാതെ അതുപോലെ ചിക്കനും എഗ്ഗും ഇട്ട് കൊടുക്കാതെ നമ്മൾ വെജിറ്റബിൾസ് മാത്രം കുക്ക് ചെയ്തിട്ട് റൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ടും കഴിക്കാം. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.